കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ ഇന്നലെയാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ഇറാൻ അസർബൈജാൻ അതിർത്തിയിലെ അറസ് നദിയിൽ നിർമ്മിച്ച അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയായിരുന്നു ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയും ഉൾപ്പെട്ട 9-അംഗ സംഘം. പ്രതികൂല കാലാവസ്ഥയിൽ മലയിടുക്കിൽ തട്ടിയാകാം ജോഫയിലെ വനമേഖലയിൽ ഹെലികോപ്റ്റർ പതിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കനത്ത മഞ്ഞും മഴയും മൂലം അപകട മേഖലയിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർ നന്നേ ബുദ്ധിമുട്ടി. തുർക്കിയുടെ ഡ്രോണാണ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഹെലികോപ്റ്ററിന്റെ തകർന്ന ഭാഗങ്ങൾ കണ്ടെത്തിയത്. ചില മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ചിലത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുമായിരുന്നു. തുടർന്നാണ് ഇറാൻ ദേശീയ മാധ്യമങ്ങൾ പ്രസിഡന്റ് കൊല്ലപ്പെട്ടെന്ന വാർത്ത ആദ്യം സ്ഥിരീകരിച്ചത്. ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ 2021 ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി അവരോധിക്കപ്പെടുമെന്ന് വരെ കരുതിയിരുന്ന കരുത്തുറ്റ നേതാവിനെയാണ് ഹെലികോപ്റ്റർ ദുരന്തത്തിലൂടെ ഇറാന് നഷ്ടപ്പെട്ടത്. വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടതിന് പിന്നാലെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറിന്റെ നേതൃത്വത്തിൽ 3-അംഗ ഭരണസമിതി അധികാരമേറ്റു. ഇറാനിലെ കീഴ്വഴക്കമനുസരിച്ച് അടുത്ത 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.